Hi friends, welcome to my channel Nest by Roops. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതെ, മയണൈസ് ആണ്. നല്ല ഹോം മെയ്ഡ് നല്ല തിക്കായിട്ടുള്ള മയണൈസ് ആണ്. എത്ര പേർക്കറിയാം വീട്ടിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് അതായത് 2 മിനിറ്റ് കൊണ്ട് മയണൈസ് തയ്യാറാക്കാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് അതായത് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ മയണൈസ് ഉണ്ടാക്കിയെടുക്കുകയെന്ന്. അപ്പോൾ മയണൈസ് ഇല്ല എന്ന് കരുതി ഇനി ആരും നമ്മുടെ പാസ്ത, ഷവർമ ഇതൊന്നും വീട്ടിലുണ്ടാക്കാതിരിക്കേണ്ട. മുന്നേ ഒന്നും എനിക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് മയണൈസ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷവർമയൊന്നും ട്രൈ ചെയ്യാതിരുന്നത്. ഇപ്പം എനിക്കറിയാം എങ്ങനെയാണ് ഉണ്ടാക്കുക. അതിന് ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, ഇത് മുറിച്ചതാണ്, അതാണ് ഒരുപാട് കാണുന്നത്. പിന്നെ 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ചെറുനാരങ്ങ നീര്. പിന്നെ മെയിനായിട്ടുള്ള സാധനം ഓയിലാണ്. അത് 1 കപ്പ് ഓയിൽ. അത് നമുക്ക് ഒഴിച്ച് നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മുട്ടയുടെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. അതുപോലെ 2 മുട്ടയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് യൂസ് ചെയ്യുക. പിന്നെ 1 സ്പൂൺ ചെറുനാരങ്ങ നീര്. ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് നമ്മുടെ മിക്സിയുടെ ക്രഷ് ചെയ്യുന്ന നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക് ബട്ടൺ ഉണ്ടല്ലോ. ചില മിക്സിയിൽ നമുക്കത് ബാക്കോട്ട് സ്പിൻ ചെയ്യാനുണ്ടാകും. ചിലതിൽ സെപ്പറേറ്റ് ഒരു ബട്ടൺ ഉണ്ടാകും ക്രഷ് ചെയ്യുന്നത്. അത് മെല്ലെ മെല്ലെ ഓണാക്കി ഓഫാക്കി അങ്ങനെ ഇത് മിക്സ് ചെയ്തൊന്ന് പതപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് കണ്ടോ. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ വിട്ടു, ചെറുനാരങ്ങ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഉണ്ടെങ്കിൽ വിനീഗർ യൂസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ വെളുത്തുള്ളി ഇടുന്നത് നമുക്ക് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണല്ലോ അധികം മയണൈസിന് ഉണ്ടാകുക. അതിന് വേണ്ടിയാണ്. വെളുത്തുള്ളി ഇഷ്ടമല്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്നിച്ച് 1 ഗ്ലാസ് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുക്കാം. ചിലർക്ക് നല്ല തിക്കായിട്ടായിരിക്കും വേണ്ടി വരിക, ചിലർക്ക് കുറച്ച് ലൂസായിട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓയിലിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിക്സായി വരാൻ കുറച്ച് പാടാണ്. നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഞാൻ പറഞ്ഞതുപോലെ ആ ക്രഷ് ചെയ്യുന്ന ബട്ടൺ അടിച്ചടിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ അടിച്ചടിച്ച് ചെയ്യണം. വേറെ ഇത്രയും സാധനങ്ങൾ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്. പിന്നെ വേറെ ഒന്നും ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ഓൺ ദി സ്പോട്ട് നമുക്ക് എടുത്ത് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ അടിച്ചിട്ട് വരാം. ചെറുതായി തിക്കായി വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഓയിൽ ഒഴിക്കാം. കണ്ടോ, അപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലും തിക്ക് വേണമെന്നെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. ഞാൻ ഒന്നുകൂടെ അതൊന്ന് തിക്കാക്കുകയാണ്.
ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു പാകം മതി എനിക്ക്. ഇപ്പോൾ കണ്ടോ? എത്ര പെട്ടെന്ന് 2 മിനിറ്റ് മാത്രമേ വേണ്ടൂ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക.